പിന്തുണ പിൻവലിച്ചു എന്നൊക്കെ പറയുന്നു, പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. എന്താണ് അതിൻ്റെ സ്ഥിതിഗതികളെന്നൊന്നും നമുക്കറിയില്ല. ഒന്ന്, ഇത് പ്രാദേശികമായ വിഷയമാണ്. ആ പ്രാദേശികമായ വിഷയത്തിൽ തീർച്ചയായും പ്രാദേശികമായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ ഇവിടെ മണ്ഡലം പ്രസിഡൻറ്റും നിയോജകമണ്ഡലം പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും ഉണ്ട്. അവരേതൊക്കെയാലും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒന്നുള്ളത് ഈ സ്വതന്ത്ര മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നിലപാടും അവരോടൊപ്പം ഇല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അവരുമായിട്ട് ചേർന്ന് നിൽക്കാമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ കൗൺസിലർമാരുള്ളതും കേരള കോൺഗ്രസ് പാർട്ടിക്കും LDFനുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് സാധ്യത കൂടുതലുണ്ട്. പക്ഷേ അങ്ങനെ അതിൽ സ്വന്തം മുന്നണിയുമായി കൂടുമ്പോൾ നേരത്തെ തന്നെ പല അപകടങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കില്ല. പിന്നെ അവിടെയുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങളാണല്ലോ, അത് ഞങ്ങൾ അതിനെപ്പറ്റി കമൻറ്റ് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നേക്കാം എന്നുള്ളത് ആദ്യമേ തന്നെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. കാരണം പലപ്പോഴും ഒരു പഴയ ചരിത്രം എടുത്ത് നോക്കും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, ഒരു ഭരണ പ്രതിസന്ധി നഗരസഭയിലുണ്ട്, ഒരു അവിശ്വാസം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ എന്താണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. എനിക്ക് വേണമെങ്കിൽ കമൻറ്റ് പറഞ്ഞ് പല രീതിയിലും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം. എൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു കമൻറ്റല്ല. ആ നാച്ചുറലായിട്ട് എൻ്റെ കോഴ്സ് എടുക്കട്ടെ. ആ ഒരു പൊളിറ്റിക്കൽ നാച്ചുറലായിട്ട് ഒരു കാര്യങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, അവരുടെ ആഭ്യന്തര പ്രശ്നമല്ലേ. ഞാൻ അതിനകത്ത് പിന്നെ ഏത് തരത്തിൽ വേണം തീരുമാനം. ഇവിടെ ഒരു അനാഥമായി പാലാ പോകാൻ പാടില്ല. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമുക്കറിയാം ആ സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ട് അവരെ ചില തീരുമാനങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അത് പാലായുടെ വികസനത്തിന് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പൊതുജനം പറയുന്നുണ്ട്. ഏതൊക്കെയാലും വരട്ടെ, അത് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാദേശിക നേതൃത്വം തീരുമാനിക്കും. സ്വതന്ത്ര കൂട്ടായ്മ അല്ലാതെ സ്വതന്ത്രരുണ്ട്, അവരെ ഒന്നിച്ച് നിർത്തിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് എന്ത് കൂട്ടായ്മയാണെങ്കിലും നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആരെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് തീരുമാനം എടുത്ത് പോകാമായിരുന്നല്ലോ. അല്ല, അതൊന്നും ഞാൻ പറയില്ല. കാരണം ജനങ്ങളത് തിരഞ്ഞെടുത്തിരിക്കുന്നല്ല. ഞാൻ അവരെ അപമാനിക്കാനൊന്നും ഞാനില്ല. അവരുടെ തീരുമാനം വന്നു. ഞാൻ നിയമസഭയിൽ പരാജയപ്പെട്ട ആളല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പ്രത്യേകം മാണി സി കാപ്പനെ ഞാൻ അനുമോദിച്ച ആളാണ്. പറഞ്ഞ് മനസ്സിലായി. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. ജില്ലാ പ്രസിഡന്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. അവിടെ അങ്ങനെ സംഭവം ഇതില്ല. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയുണ്ട്. അങ്ങനെയുള്ള പ്രാദേശികമായ വിഷയങ്ങളൊന്നുമില്ല. ഈ ഭരണം പിടിക്കാനുള്ളത് പാലാ നഗരസഭ ഇപ്പോൾ ഒരു അനാഥമായ അവസ്ഥയിലാണ്. ഭരണം മുന്നോട്ട് പോകുന്നതിന് വികസനം ഒരടിപ്പുണ്ട്. അപ്പോൾ ഈ ഭരണം പിടിക്കാനുള്ള ഏതെങ്കിലും ഒരു നീക്കം, ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു നീക്കം ഇല്ല. ഞാൻ പറഞ്ഞത് ഇറ്റ് വിൽ ടേക്ക് ദ നാച്ചുറൽ കോഴ്സ് ഉണ്ടല്ലോ. നാച്ചുറലായിട്ട് എന്താണ് നടക്കുന്നത് പരിശോധിക്കട്ടെ. ഏതൊക്കെയാലും നമ്മളൊന്നും ഭരണത്തിലേക്കില്ല. ഞാൻ പറഞ്ഞു, അതിനകത്ത് എന്നാ വെച്ചാൽ ജനവിധി അങ്ങനെയാണല്ലോ. ഒരു മുന്നണി അപ്പുറത്തേക്കുണ്ട്. ആ രീതിയിൽ അവരങ്ങനെ അങ്ങ് പോയി. യോജിക്കാനുള്ള ഏതെങ്കിലും അതല്ലല്ലോ അതിൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ അത്. അങ്ങനെ സംഭവമില്ലല്ലോ.